ഞാൻ ഒരു മണിക്കൂറിൽ ഇറങ്ങും. ഒന്ന് കുളിക്കണം. അല്ല, കുളിക്കാനല്ല 1 മണിക്കൂർ. ഒരു എണ്ണ തലയിൽ തേച്ചിടാണ്ട് ഒരു എണ്ണ ഉണ്ട്. അപ്പോൾ അത് തേച്ചിടണം, കുളിക്കണം. അപ്പോൾ അതെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ ഇറങ്ങും. ഞാൻ ഇറങ്ങുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ വിളിക്കാം. ശരി ഓക്കെ. പറയട്ടെ, ഡാഡിയുടെ ആ എണ്ണ എത്തിയെടുത്തോന്ന് തലയിൽ തേച്ച് തന്നെ. അയ്യോ ഡാഡി, എനിക്ക് സമയമില്ല. അമ്മൂമ്മ തന്നെ വിളിച്ചോണ്ടിരിക്കുന്നു. നിനക്ക് എന്തോ നിനക്ക് അന്താരാഷ്ട്ര വല്ല ഇതുകൊണ്ടോ? അറിഞ്ഞൂടെ, പോയി ചോദിച്ചിട്ട് വരാം. നിന്റെ അടുത്ത് ഞാൻ പറയട്ടെ, ഞാൻ നിന്റെ തന്തയാണ്. അമ്മൂമ്മ ഒരു അരമണിക്കൂർ മുമ്പ് അമ്മൂമ്മ പറഞ്ഞത് അതവിടെ ഇരിക്കട്ടെ. പെണങ്ങോ അമ്മൂമ്മ? കുഴപ്പമില്ല. അപ്പൊ ഞാൻ പറഞ്ഞാൽ നിനക്ക് കുഴപ്പമില്ലേ? എന്റെ തലയിൽ തേക്കാനുള്ള എണ്ണ എടുത്തോണ്ടത് എനിക്ക് തേച്ച് തരണം. അമ്മയുടെ എണ്ണ തേച്ചോടമ്മ. അയ്യോ വേണ്ട. അവളെന്റെ മുടി പിഴുതെടുക്കുക, എന്റെ തലയോട്ടി തന്നെ വലിച്ചെടുക്കും. ഒരു പ്രാവശ്യം തേച്ചോടെ മതിയായി. ഞാനൊരു കാര്യം, ഈ എണ്ണ എന്ന് പറഞ്ഞാൽ ഡെയിലി തേക്കാനുള്ള, ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ തേച്ചില്ലെങ്കിൽ ഉള്ള മുടി പോവും. അയ്യോ അല്ല, നിനക്ക് വയ്യാഞ്ഞിട്ടല്ല, ഇങ്ങനെ വേണം. നീ ഒരു കാര്യം നീ ഓർത്തോ, നീ ഇവിടെ ഇല്ലായിരുന്ന സമയമുണ്ടല്ലോ, അപ്പോഴും ഞാൻ എണ്ണ തേച്ച്. നീ വലിയ ആളാവില്ല കേട്ടാ. വെറുതെയാണ് വളർത്തണത്, വെറുതെ. എന്റെ ചെറുക്കണ്ണ അവൻ തേച്ചാണ്. എണ്ണ തേച്ചില്ല എല്ലാം. ഈ 2 കൈയും അനക്കാൻ പറ്റുന്നുണ്ടോ? ഈ കൈയുണ്ട്. ആ കയ്യിലോട്ട് ഇച്ചിരി എണ്ണ ഒഴിച്ചത് ഇങ്ങനെ തൂത്തിട്ട് തലയിലോട്ട് തേച്ചാലും തലയിൽ എണ്ണയാവും. ആയിക്കോട്ടെ, അറിയാം. ഞാൻ അവിടത്തോട് പറഞ്ഞില്ലല്ലോ, ഞാൻ എന്റെ മോളോടല്ലേ പറഞ്ഞു. എന്റെ അമ്മ വിളിച്ചിട്ട് അവള് പോയത്. ആയിക്കോട്ടെ. അതാ, ഒരു എണ്ണ എടുത്ത് കുപ്പിന്ന് കയ്യിലോട്ട് ഒഴിക്കാൻ പോലും വയ്യ. ആകെ കൈ എടുക്കാൻ ഉപയോഗിക്കുന്നത് കഴിക്കാനും ഫോൺ ചെയ്യാനും. അല്ലാതെ നിന്നോട് വാരിത്തരാനൊന്നും പറഞ്ഞില്ലല്ലോ. കഴിക്കാൻ എന്തോ ഉള്ളത് എടുക്കും. ഉപ്മാവ്. ബെസ്റ്റ് ഉപ്പുമാവ്. പിന്നെ കൈ ഉണ്ടല്ലോ, ഇത് എടുത്തിട്ട് ഇവിടെ എനിക്ക് കൈ എന്താണ് ഞാൻ നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാ നീ തലയിൽ എണ്ണ തേച്ചാൻ പറഞ്ഞാ നീ അങ്ങനെയാണോ ചെയ്യണ? ഇവിടെ ഒരു മാന്താൻ ഒരു കൈ വെച്ചിട്ടുണ്ട്, അതെവിടെ? നിങ്ങൾക്ക് ഇത് വേണോ? ഉപ്മാവ് മാറി മേലിട്ട് വരാം. ഉപ്പുമാവ് ഇപ്പൊ ഇറങ്ങണം, എനിക്ക് റെഡിയായി പോകാനുള്ളതാ. അവിടെ നില്ല, അവിടെ എനിക്ക് മേലും എറിയുന്നു. ഉറുമ്പെന്തോ ഉണ്ടെന്ന് തോന്നുന്നതിനകത്ത്. ഈഡിറ്റി എടുത്തിടും. ലില്ലി, 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 എന്റെ പൊന്നെ, എന്തോ ഇത്ര കിടന്ന് ഇങ്ങനെ അലറുന്നത്? നിനക്ക് ചെവിക്കല്ലോ കുഴപ്പമുണ്ടോ? എന്ത്, ഞാൻ അപ്പുറത്ത് പോയിരിക്കുമല്ലായിരുന്ന? ഏട്ടനെ വിളി കേട്ടതൊന്നും ഞാൻ ഇവിടുന്ന് പുറപ്പെട്ടു പോയിന്ന്. ഇത്രയും വിളിച്ചിട്ട് നീ കേട്ടില്ലല്ലോ. ഞാൻ ചേച്ചിയുടെ അടുത്തായിരുന്നു. എന്തിനാണ് എപ്പോഴും അവിടെ പോണത്? ഇവിടുത്തെ കാര്യം നിർത്തിട്ട് പോണ്ടേ? എന്താ ഇന്ന് അസോസിയേഷൻ മീറ്റിംഗ് ഉള്ള തന്നെ ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞേ. ഞാൻ ഇന്നലെ നിന്നോട് പറഞ്ഞു തന്നെ. ഏട്ടാ, ഇന്നലെ എനിക്ക് എന്തൊരു തിരക്കാരെന്ന് അറിയോ ഏട്ടാ, സമയം കിട്ടിയില്ല. നീ അവിടെ വേണ്ട, ഞാൻ തേച്ചു തരാന്ന്. 5 മിനിറ്റത്തെ കാര്യമില്ല. ഞാനത് ഇസ്തിരി പെട്ടി നോക്കിയിട്ട് കണ്ടില്ല. അല്ലെ ഞാൻ അങ്ങ് തേച്ചേനെ. എനിക്ക് ആരെയും ബുദ്ധിമുട്ടിക്കണ താല്പര്യമില്ല. എവിടെ? അല്ല, ഇത് അയൺ ബോക്സ്. ഞാൻ നിന്നോട് ചോദിച്ചു, നീ എന്നോട് ചോദിക്കുന്നു. അല്ല, അത് ഇവിടെ ആയിരുന്നു വെച്ചിരുന്നു. എവിടെ വെച്ചിരുന്നു? ഇവിടെ. ഞാൻ അവിടെ നോക്കി, ഇവിടെ നോക്കി, എല്ലായിടത്തും നോക്കി, കണ്ടില്ല. അവരാണ് നിന്നെ വിളിച്ചത്. ഇല്ല, ഞാൻ തന്നെ തേച്ചനെ. അടിയിലൊന്നും നോക്കിയേ, കട്ടിലിന്റെ അടിയിലൊന്നും നോക്കിയേ. 3 പ്രാവശ്യം കയറി നോക്കി. ഇനിയിപ്പോ നോക്കാം. നോക്ക്. നോക്കേ എന്നാ. ഇല്ല, ഞാൻ ഇപ്പൊ വരാൻ നോക്കി. എവിടെ പോണ്? ഏട്ടാ, ഞാൻ അവിടെ എവിടെയെങ്കിലും ഉണ്ടെന്ന് നോക്ക്. ദേഷ്യപ്പെടുന്നത് പിന്നെ ഞാൻ ഇന്ന് മീറ്റിംഗ് ഉള്ളായിരുന്നു. നിന്റെ അടുത്ത് പറഞ്ഞു തന്നെ എനിക്ക് യൂണിഫോം തേച്ച് വെക്കാൻ പറഞ്ഞു. നിനക്ക് പറ്റില്ല, നീ പറഞ്ഞ് ഞാൻ ചെയ്തേനെ. എനിക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞ. ഇനി അന്ന് എനിക്ക് അയൺ ബോക്സ് എടുത്തിട്ട് വാ, പെട്ടെന്ന് എടുത്തു. അത് ഞാൻ എടുത്തിട്ട് വരാം. എന്റെ പൊന്നെ, ഇവിടെ ഒന്നും ഇല്ലേട്ടാ. എവിടെ പോയടേ? എനിക്കറിയാൻ പാടില്ല. ഏട്ടനെ ഇനി തേച്ചിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി രാവിലെ ബാഗിനകത്തിട്ട് പോയില്ലേ സ്റ്റേഷനിൽ ബാഗിലോട്ട് തേച്ചു കൊടുക്കാൻ. ഞാൻ തേപ്പ് കാരനാ. എനിക്കറിയാൻ പാടില്ല. ഇവിടെ നിനക്ക് എവിടെ പോയി? എന്താ ഇവിടെ ഇന്ന് ഞങ്ങൾക്ക് മീറ്റിംഗ് ഉള്ളതാണ്, അസോസിയേഷൻ മീറ്റിംഗ്. അപ്പൊ അതിന് പോകാൻ വേണ്ടിട്ട് ഡ്രസ്സാണിത്. ചേച്ചി യൂണിഫോം തേച്ചു ഇന്ന്. ചേച്ചി ഇന്നലെ എന്നോട് തേച്ചിടണോന്ന് പറഞ്ഞു ചേച്ചി. എനിക്ക് ഒട്ടും സമയമില്ല ചേച്ചി. കണ്ടില്ല, ഇന്നലെ എനിക്ക് തേച്ചിടാൻ പാടില്ല നിനക്ക്. എനിക്ക് തേക്കാം. പിന്നെന്താ? അയൺ ബോക്സ് അയൺ ബോക്സ് അയൺ ബോക്സ് കാണുന്നില്ല ഇവിടെ. എത്ര നേരം അറിയാം ഏട്ടൻ നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന് ബഹളം ഉണ്ടാക്കിയിട്ട് കാര്യമുണ്ടോ? കണ്ണ് തുറന്ന് നോക്കണം. നോക്കി നോക്കി ഊപ്പാടൊന്നിട്ടാണ് അവളെ വിളിച്ചത്. നോക്കടി വേണ്ടേ? ഞാൻ അവിടെയൊക്കെ നോക്കി ചേച്ചി. ചേച്ചി കിട്ടിയാ? കിട്ടിയാ?
കിട്ടിയാ? അല്ല കഴിഞ്ഞ ദിവസം ക്ലീറ്റോ ചേട്ടൻ കൊണ്ടുപോയില്ലേ ആ എവിടെ കൊണ്ടുപോയെന്ന്? മറ്റേ പാർട്ടിയുടെ എന്തെന്ന്? അവരുടെ പാർട്ടിയുടെ കൊടിയൊക്കെ ആകെ ഞാനല്ല കേട്ടോ, എനിക്കറിയാൻ ചുളുങ്ങിയിരിക്കണം. പാടില്ല. പെങ്ങളോട് ചോദിച്ചാ ആങ്ങളെ കൊണ്ടുപോയി. വേണ്ട വേണ്ട, അടങ്ങ്. ബാ, ക്ലീറ്റോ ഇപ്പൊ പുറത്തോട്ട് അതിനു മുമ്പ് ചോദിക്കാം. സമാധാനപ്പെടി, ഇപ്പൊ കിട്ടും. ഇനിയിപ്പോ ഏട്ടൻ ഞാൻ എങ്ങനെയെങ്കിലും തേച്ച് തന്നാ പോരെ. ക്ലീറ്റോ ചേട്ടാ, ആ അന്നേ കൊടി തേക്കാൻ വേണ്ടിട്ട് ഇവിടുന്ന് അയൺ ബോക്സ് കൊണ്ടുപോയില്ലേ, ആ അതെന്തേ? ഒരു റൊണാൾഡിനെ കൊടുത്തു വിട്ട്. എവിടെ എവിടെ കൊടുത്തു വിട്ട്? അത് അടുത്ത ദിവസം തന്നെ പരിപാടി കഴിഞ്ഞപ്പോൾ റൊണാൾഡിനെ കൊടുത്തു വിട്ട് ഇവിടെ കൊണ്ടുവരാൻ പറഞ്ഞല്ലോ. ഇല്ല, ഇവിടെ കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ കൊണ്ടുവന്നെങ്കിൽ ഇവിടെ കാണൂല, ഇവിടെ കാണുന്നില്ല. എന്തൊരു വഴക്കായിരുന്നു ഞാനും ഏട്ടനും കൂടെ. ഇപ്പൊ എന്തിന്? ഏട്ടന്റെ യൂണിഫോം തേക്കണായിരുന്നു. അതിപ്പോ റൊണാൾഡിന്റെ കൊടുത്തു വിട്ട് അവൻ ഇങ്ങോട്ട് കൊണ്ടുവന്നു. ഇവിടെ അവനെ വിളിച്ചു ചോദിക്കാല്ലോ. ഇവിടെ കൊണ്ടുവന്നില്ല. എന്നാ വിളിച്ച് ചോദിക്കുന്ന. എന്തുവാണ് ക്ലീറ്റോ ചേട്ടാ, ഒരു സാധനം കൊണ്ടുപോയി ഉത്തരവാദിത്തമായിട്ട് ഇവിടെ എത്തണ്ടേ? അവന്റെ സ്വഭാവം അറിയാലോ. ഇസ്തിരിപ്പെട്ടിയല്ലേ ഈ വായി നോക്കി എവിടെ പോയി കിടക്കണം? കേട്ടില്ലേ പിന്നെ ക്ലീറ്റോ ചേട്ടൻ ഇവിടുത്തെ ബഹളം? ഞാൻ കുളിച്ചോണ്ടിരിക്കല്ലായിരുന്നു. അതിന് ഇങ്ങനെ കിടന്ന് ബഹളം വയ്ക്കാൻ ഇവിടെ ഒരു ഇസ്തിരി പെട്ടിയുടെ കാര്യമല്ലേ ഉള്ളൂ. അല്ല ഇപ്പൊ ഞാൻ എങ്ങനെ തേക്കും? ഇവിടെ ഇസ്തിരി എടുത്തോണ്ട് പാർട്ടി ഓഫീസ് കൊണ്ടുപോയാ? ഓ കൊണ്ടുപോയി. എന്തിന്? കാര്യമുണ്ട്. ഞാൻ കാശ് കൊടുത്ത് ഇവിടെ പഠിച്ചിരിക്കുന്ന സാധനമല്ലേ അത്? നിന്റെ അടുത്ത് ഇവിടെ ആരും എന്താണ്? ഇവിടെ കാര്യം ഉണ്ടായിരുന്ന ഒരു ആവശ്യത്തിന് കൊണ്ടുപോയി. അതിനിപ്പോ എന്ത്? അതാണ് വരെ കൊണ്ട് തിരിച്ചു വരുന്നത്. എന്താ തിരിച്ചു കൊടുത്ത് വിട്ടിട്ടുണ്ടായിരുന്നു. അതിവിടെ റൊണാൾഡിനെ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഇവിടെ എവിടെയെങ്കിലും എവിടെ? അല്ല ക്ലീറ്റോ ചേട്ടൻ റൊണാൾഡോ അച്ചാച്ചന്റെ റൊണാൾഡിന്റെ ഞാൻ കൊടുത്തു വിട്ടല്ലോ. അവൻ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ടാവും. അല്ല കൊടുത്തെന്ന് പറഞ്ഞു. പറഞ്ഞല്ലേ ഉള്ളൂ. നീ കിടന്ന് ബഹളം വെക്കല്ലേ. ഇനിയിപ്പോ ഞാനൊരു അയൺ ബോക്സ് മേടിച്ചു വെച്ചെങ്കിൽ എന്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ്. നിങ്ങൾ എടുത്തോണ്ട് കൊണ്ടതേ തെറ്റ്. തിരിച്ചു തരാത്ത അതിനേക്കാളും വലിയ തെറ്റ്. എന്റെ കഷ്ടകാലത്തിന് ഇവിടുത്തെ ഇസ്തിരിപ്പെട്ടിന്ന് കംപ്ലൈന്റ് ആയിപ്പോയി. അതുകൊണ്ട് പാർട്ടി ഓഫീസിൽ കുറച്ച് കോടി തേക്കാനുണ്ടായി. അതിനെ എടുത്തോണ്ട് പോയി. ആ തേപ്പ് കഴിഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഏൽപ്പിച്ചിട്ടുണ്ട് റൊണാൾഡിന്റെ. എന്നിട്ട് എവിടെ? എനിക്ക് മീറ്റിങ്ങിന് പോകാനുള്ളതാണ്. അതെ, നീ കിടന്ന് ബഹളം വെക്കണ്ട. ഒരു ഇസ്തിരിപ്പെട്ടിയല്ലേ ഞാൻ നിനക്ക് വാങ്ങിച്ചു തരാം. ഇസ്തിരിപ്പെട്ടി എന്തോന്ന്? ഇവിടത്തെ ഇസ്തിരിപ്പെട്ടി മതി, നിന്റെ വേണ്ട. നീ അവതാരത്തിൽ വേറെ പഠിച്ചിട്ടുണ്ടല്ലോ. ഞാൻ ഇവിടെ നിന്ന് എടുത്തോണ്ട് പോയി ഇസ്തിരിപ്പെട്ടി എനിക്ക് തിരിച്ചു തരണം. അതെന്തിനിങ്ങനെ വാശി? ഇപ്പൊ അത് നഷ്ടപ്പെട്ടു പോയാൽ ചേട്ടൻ വാങ്ങിച്ചു തരും. എനിക്ക് ആരുടെ അവതാരം വേണം? ഒരു കാര്യം ചെയ്യ്, നിന്റെ പാർട്ടിക്ക് വേണ്ടി സംഭാവന എടുത്തോണ്ട് പോ. അയ്യോ, DDT പാർട്ടിക്ക് നിന്റെ ഔദാര്യമൊന്നും വേണ്ട. ഒരു ഇസ്തിരിപ്പെട്ടി വാങ്ങിക്കാനുള്ള വകയൊക്കെ ഞങ്ങൾ വാങ്ങിച്ചോളാം. നിനക്ക് ഇസ്തിരിപ്പെട്ടി എന്തായാലും ഞാൻ വാങ്ങിച്ചു തരും. എനിക്ക് വേണ്ട എന്റെ ഇസ്തിരിപ്പെട്ടി. വേണ്ടെന്ന് പറയാൻ നീ അല്ലേ ഇപ്പോൾ കിടന്ന് ബഹളം എനിക്ക് വെച്ചത്? വേണ്ട, എനിക്ക് വേണ്ട. വേണ്ടെന്ന് പറയാൻ നിനക്ക് ഇസ്തിരിപ്പെട്ടി ഞാൻ വാങ്ങിച്ചു തരും. എന്തിന്? നീ അതില്ലാന്നില്ല. ആവശ്യം എനിക്കില്ല. ഈ അലസട്ട തിന്നിട്ട് ഒരു സമയവും ഇല്ല ഇവിടെ. എന്താ കാര്യം? മോന്റെ അടുത്ത് പറ, മോനെ നാക്ക് ചൊറിച്ചില്ല വല്ല മരുന്ന് വാങ്ങിച്ചു കൊടുക്കി. രാവിലെ നേരം വെളുക്കുമ്പോ ഇറങ്ങിട്ട് രണ്ടുപേരും കൂടെ പോയി, രണ്ടും കൂടെ തുടങ്ങിയാ പിന്നെ എന്റെ അപ്പൊ പിന്നെ അവനൊന്ന് സമാധാനം എടുക്കാൻ പറ. ഒരു ഇസ്തിരിപ്പെട്ടി ഞാൻ ഇത്തിരി എടുത്തോണ്ട് പോയി അത് തിരിച്ചിവിടെ റൊണാൾഡിന്റെ കൊടുത്തു വിട്ട്. അതിപ്പോ ഇവിടെ കാണാനില്ല. അതിനുകളൊന്നും ഇങ്ങനെ ഒരു ബഹളം വെക്കണം. എനിക്കിന്ന് മീറ്റിംഗ് ഉള്ളതാണ്, പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗ്. ഇല്ല ഇല്ല, നിനക്ക് ഞാൻ വാങ്ങിച്ചു. എന്താ പ്രശ്നം? അമ്മാവാ, എനിക്കിന്ന് പോലീസ് അസോസിയേഷന്റെ മീറ്റിംഗ് ഉള്ളതാണ്. ഇട്ടോണ്ട് പോലുള്ള യൂണിഫോം തേച്ച് വെക്കാൻ വേണ്ടി ഇന്നലെ അവളുടെ ഞാൻ പറഞ്ഞു. അവളത് കേട്ടില്ല. സാരമില്ല, എന്റെ ആവശ്യമാണല്ലോ, ഞാൻ തന്നെ ചെയ്യണമല്ലോ. എന്റെ യൂണിഫോം ആണല്ലോ. ഞാൻ എടുത്ത് തേക്കാൻ നോക്കുമ്പോ തേപ്പോട്ട് കാണാനില്ല. ഇവരെടുത്ത് അവന് കൊടുത്തു. അവൻ കൊണ്ട് പാർട്ടി ഓഫീസ് കൊണ്ട് കളഞ്ഞ്. എന്റെ അമ്മാവ, ഞാൻ ഇസ്തിരിപ്പെട്ടി തിരിച്ചു കൊടുത്തു വിട്ട് ഇപ്പൊ കാണാനില്ല. പക്ഷെ ഞാൻ അവന് വേറെ ഇസ്തിരിപ്പെട്ടി വാങ്ങിച്ചു കൊടുക്കാന്ന് പറഞ്ഞു. എനിക്ക് നിന്നെ വേണ്ട. ഇത് പിടിവാശിയല്ലേ? പിടിവാശി ഒന്ന് നിർത്ത്. പറഞ്ഞാ മനസ്സിലാവേണ്ടല്ലേ? ആവശ്യമുള്ളൂ. പഴയ ഇസ്തിരിപ്പെട്ടി കേട് വന്നു എന്ന് കരുതിക്കോ. പുതിയൊരു ഇസ്തിരിപ്പെട്ടിയല്ലേ ഞാൻ മേടിച്ചു കൊടുത്തരാം. എന്തിന്? ഞാൻ വാങ്ങിച്ചു കൊടുക്കാന്ന് വേണ്ടെന്ന് പറഞ്ഞില്ലേ? ഇനി ഇതിന്റെ പേര് തർക്കണ്ടായണ്ടല്ലോ. വേണ്ട വേണ്ട, എടാ, ആരും മേടിച്ചിട്ടുണ്ട്. ഇതാണ് അഹങ്കാരം. നിങ്ങളൊരു കാര്യം ചെയ്യേ. ആ പിന്നെ നിന്റെ ഇട്ടോണ്ട് പോകാനുള്ള ഡ്രസ്സ് ഞാൻ എടുത്തിയാൽ ആ ചന്ദ്രന്റെ കടയെ കൊണ്ടുപോയി ഞാൻ തയ്പ്പിച്ചോണ്ട് നിങ്ങൾ വായൊന്ന് അടച്ചു വെക്കേ. അമ്മേ, ഇത്രേ ഉള്ളൂ. ഇത് അവന് ചെയ്യാന്നുള്ളതേ ഉള്ളൂ. അതിനോടെ അവൻ ഞാൻ ഒരു കാര്യം പറഞ്ഞില്ലേ? ക്ലീറ്റോച്ചന്റെ സ്ഥിരം പരിപാടിയാണ്. എന്ത് സാധനം ഇവിടുന്ന് കൊണ്ടുപോയാലും ഉത്തരവാദിത്തോടെ തിരിച്ചു കൊണ്ടുവരത്തില്ല. ഞാൻ ആ റൊണാൾഡ് വായി നോക്കിയില്ലേ കൊടുത്തു വിട്ട്. ഉറപ്പാണോ? എന്നാലും പോയി ഉറപ്പാണെന്ന് ചോദിച്ചാ കണ്ട ആ മുഖത്തൊണ്ട് കൊടുത്തു വിട്ടിട്ടില്ല. ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇനി ഇതിന്റെ പേരിൽ ഒരു തർക്കം വേണ്ട. ഒരു അയൺ ബോക്സ് അല്ലേ, അത് ഞാൻ മേടിച്ചു വരാം. ഈ പറഞ്ഞ എന്നാ പിന്നെ അമ്മ രണ്ടെണ്ണം വാങ്ങിച്ചോ. എന്തിന്? ഇവിടുത്തെ കംപ്ലൈന്റ് ആയി നന്നാ കൊടുത്തിട്ട് ഇതുവരെ കിട്ടില്ല. കുറെ നാളായി. എന്റെ പൊന്നെ, ഇനി ഇതിന് ഞാൻ എന്ത് സമാധാനം ഉണ്ടാക്കും? എനിക്ക് വയ്യ. ലില്ലേ? ഓ, ദേ കേട്ടാ. ലില്ലേ? എല്ലാം അങ്ങോട്ട് ഇപ്പൊ അതെ അമ്മേ, നീങ്ങുവാ. തട്ടുമുറത്ത് മറ്റേ ഇതൊരു കിടപ്പുണ്ട്, പഴയ ചിരട്ടയുടെ
തേപ്പൂട്ടിയുടെ പണം തരാം. പറയാതിരിക്കാൻ ഞാൻ പറ്റില്ല. എടുത്തോണ്ട് വരാന്നെങ്കിൽ ഈ മോനെ നിങ്ങൾ ഉണ്ടല്ലോ, ചേച്ചി അത് നിങ്ങൾ ഇഷ്ടം വളർത്തി ചേട്ടനോട് വഷളാക്കി കത്തിക്ക്. വഷളാക്കി കളഞ്ഞു. അമ്മായി കേറ് അമ്മായി. നിങ്ങളെ അമ്മയെ മോളും കൂടെ ഈ ചെറുക്കനെ രണ്ട് പാഴാക്കി. ചിരട്ട എടുത്തു വെച്ചേ. ആ ചിരട്ട. ഓ നല്ലപോലെ വളർത്തിയ മോൻ. അമ്മേ രക്തമ്മേ ഇങ്ങോട്ട് തലയിൽ വരുന്നുണ്ടോ? വെച്ചിട്ട് അവൻ്റെ അടുത്ത് നിരങ്ങാൻ പറയാൻ കയറിയിരുന്നു. നീ പോ ഇടാൻ കൂടെ കിടന്ന് മനസ്സ് എല്ലാം ചെയ്യൊക്കെ. ഓരോ ദിവസം ഓരോ പ്രശ്നങ്ങളാ. അല്ല എന്നാലും ഇപ്പൊ ഇത് എവിടെ പോയി ഇപ്പൊ ഇത്? ഈ കുടുംബത്തോട്ട് കൊണ്ടുവന്നിട്ടില്ല, അത് ഉറപ്പാ. ക്ലീറ്റനാണെങ്കിൽ ആണായിട്ട് പറയുന്ന റൊണാൾഡിന്റെ കൈ കൊടുത്തെന്ന്. അപ്പൊ പിന്നെ അതെവിടെ പോയി? അതല്ല ഇപ്പൊ ഞാൻ ചോദിക്കുന്നത്, പിന്നെ അത് എവിടെ പോയി? എൻ്റെ ഒരു സംശയം പറയട്ടെ, ഇനി പറഞ്ഞു കഴിയുമ്പോൾ എല്ലാവരും കൂടി എന്നെ തിന്നാൻ വരും. റോസ്മേരിയേ, അമ്മ കേക്കുണ്ടോ? റോസ്മേരി ഒരു ദിവസം ഇതേപോലെ വിളിച്ചപ്പോൾ പറഞ്ഞു, ഇനി ചേട്ടനെ കൊണ്ട് ഒരു പൊറുതി മോശവും ഇല്ല, എന്ത് സാധനം കൈ കിട്ടിയാലും വീട്ടിൽ നിന്ന് എടുത്തുകൊണ്ട് പോയിട്ട് അവൻ്റെ ഈ വട്ടച്ചെലവിന് വേണ്ടിയിട്ടേ കൊണ്ടുപോയി വിറ്റ് ഇതാക്കും. അപ്പോൾ കഴിഞ്ഞ ദിവസം അതാണ്ട് അവരുടെ വീട്ടിലെന്ന് വെച്ചാൽ ഒരു കുഞ്ഞൊരു ഓടിൻ്റെ ഉരുളിയും ഒരു കിണ്ടിയും കൂടി കൊണ്ടുവന്ന് വിറ്റുന്നു. വീട്ടിൽ പറയാതെ മുണ്ടിൻ്റെ ഇടയായിട്ട് വെച്ചോണ്ട് പോയി. അപ്പൊ അവ ഇത് ആർക്കെങ്കിലും കൊണ്ട് കൊടുത്തെന്നാണോ നീ പറയുന്നത്? പൊടിയായിരുന്നു. അവൻ അങ്ങനെയൊന്നും ചെയ്യില്ല. പിടിച്ചു പോയല്ല ഞാൻ. ഇതെന്ത് അവന്റെ വീട്ടിൽ ചെയ്യണ പോലെ അവൻ ഇവിടെ വന്നിയോ? അല്ല അങ്ങനെ അങ്ങ് വിശ്വസിക്കൊന്നും വേണ്ട. നെല്ലിക്ക കഴിക്കുകയും ചെയ്യും ഇനിക്കുകയും ചെയ്യും. അപ്പൊ ചേച്ചി എന്താ പറഞ്ഞു വരുന്നത്? ഇത്ര കാലമായിട്ട് അവൻ ഇവിടെ താമസിച്ചിട്ട് അവന്റെ സ്വഭാവം ഇനി മനസ്സിലായില്ല? അതാണ് ഞാനും ചോദിക്കുന്നത്. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ശരി, പാവ കുട്ടികളുടെ മനസ്സാവാൻ അത് ചെയ്യില്ല അവൻ. അവന്റെ വീട്ടിലെ പലതും ചെയ്യിച്ചിട്ട് അവനറിയാം ഈ വീട് ഏതാ അവന്റെ വീട് ഏതാന്ന്. വരുന്നുണ്ട്. എന്ത് കുടുംബക്കാരനോട് ഒരു വട്ടവശം ഒന്നുകൂടെ വെറുതെ അങ്ങനെ ഇരുന്ന്. എടാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ? 1-9 ചോദ്യം. അല്ല നിന്റെ ചില്ലറ ചെലവിന് വേണ്ടിയിട്ട് നീ കൊണ്ടുപോയ തേപ്പൂട്ടി കൊണ്ടുപോയി വിറ്റു. അത് എപ്പോട്ടി കൊണ്ട് വിറ്റതാ? ഏത് സ്ത്രീപ്പെട്ടി? കാണാതെ പോയത്. ക്ലീറ്റോ നിന്റെ തന്ന തേപ്പൊട്ടി എവിടെ? മറ്റേ പാർട്ടി ഓഫീസ് അതോടെ കൊണ്ടുവച്ചല്ലേ? ഞാൻ പറഞ്ഞില്ലേ? നീ അത് എവിടെ കൊണ്ടുവച്ചോ? അതിന് തെളിവുണ്ടോ? തെളിവ്? ആ തെളിവ് ഞാൻ അവിടെ കൊണ്ടുവച്ച ഇവിടെ CCTV വെച്ചായിരുന്നെങ്കിൽ കിട്ടിയല്ലേ. റൊണാൾഡേ എന്തോ പറ സത്യം പറ, ആ തേപ്പൊട്ടി ഇവിടെ കൊണ്ടുവന്ന് വെച്ചു നീ. ക്ലീറ്റോ ആണായിട്ട് പറയുന്ന തേപ്പൊട്ടി നിന്റെ തന്നു. നീ ഇങ്ങോട്ട് തേപ്പൊട്ടിയായിട്ട് വന്നത് ഞാൻ കണ്ടിട്ടില്ല. നീ എന്നും കൈ വീശിയല്ലേ ഇങ്ങോട്ട് വരാറ്? ചേട്ടത്തി അത് ഞാൻ ഇവിടെ എന്നെ കൊണ്ടുവച്ചല്ലേ. ഇവരിപ്പോ എന്താ പറയണറിയടാ? നീ അത് മറച്ചു വിറ്റു എന്നാ പറഞ്ഞത്. മറിച്ചു വിട്ടെന്ന്? ആ ഞാനോ? ആ എന്തിന്? ആ പൈസക്ക് വേണ്ടിട്ട്. എന്ത് പറയുന്നത്? അത് വിറ്റാ 10-5 രൂപ കിട്ടുമെങ്കിൽ വേണ്ടിയില്ല. അതാ ഞാൻ പറഞ്ഞു. എടുത്ത ആക്രിക്കാർ പോലും എടുക്കാത്ത സാധനം ഞാൻ മറിച്ചു വിൽക്കാന്. നിനക്ക് എന്തിനാ 500? നിനക്ക് 100 കിട്ടിയാലും മതിയല്ലോ. ഞാനത് ഇവിടെ കൊണ്ടുവച്ചതാ. ഇവിടെ അങ്ങനെ ഒരു സാധനം നീ കൊണ്ടുവന്നിട്ടില്ല, അത് നീ പറയരുത്. പിന്നെ ഇത് നീ എന്നും കയ്യും വീശിയാ വരുന്നത്. നിങ്ങൾ പറഞ്ഞ ഞാൻ അതുകൊണ്ട് മറിച്ചു വിറ്റുന്നതാണ്. അല്ലെങ്കിൽ ഒരു സംശയം. അയ്യോ ഇത്രമാത്രം കണ്ണു നിറക്കേണ്ട കാര്യമൊന്നുമില്ല. നീ എത്ര പ്രാവശ്യം എൻ്റെ പൈസ മുക്കിയിട്ടുണ്ട്? അന്നൊന്നും ഇല്ലാത്ത കണ്ണു നിറച്ചിട്ടാണല്ലോ ഇപ്പൊ. അത് ഒന്നാമത്തെ ഇവിടത്തെയും കൂടി അല്ല, അപ്പുറത്തെയാ. അങ്ങനെ വിശ്വസിക്കൊന്നും വേണ്ട. എന്താടി അമ്മാമ്മ ഇത്ര പറയൊന്നും വേണ്ട. 200 രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ 150 രൂപയ്ക്ക് സാധനം മേടിച്ചിട്ട് 50 രൂപ അമുക്കും. എനിക്ക് അറിയാൻ പാടില്ലാത്ത കാര്യമൊന്നുമല്ല. ഇപ്പൊ സ്ത്രീപ്പെട്ടിയല്ലേ പ്രശ്നം? അയൺ ബോക്സിന്റെ കാര്യം പരിഹരിക്കാൻ എനിക്കറിയാം. എന്താ വേണ്ടി ഞാൻ ചെയ്തോളാം. പിന്നെ ആളം ഇതാ ഇവിടെ അയൺ ബോക്സ് മേടിക്കാന്ന് പറഞ്ഞിട്ട് ഒരെണ്ണം ഇപ്പൊ കാണാനില്ല. ചൂടും ഇല്ല, ഒന്നുമില്ല. മച്ചമ്പി എൻ്റെ 2 കുഞ്ഞുങ്ങളാണ് പാർട്ടി ഓഫീസിൽ കൊണ്ടുപോയ തേപ്പോട്ട് ഞാൻ തിരിച്ചുകൂടെ കൊണ്ടുവച്ചത്. പിന്നീട് എന്താ സംഭവിച്ചത് എനിക്ക് അറിയത്തില്ല. ഇപ്പം എല്ലാവരും കൂടെ ഞാൻ കട്ടെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത്. മനം അറിയാൻ ഞാൻ ചെയ്തിട്ടുണ്ട്. നീ ഇതൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞതില്ല. എല്ലാവർക്കും അങ്ങനെ ആണല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ അങ്ങനെ പറഞ്ഞ ഇല്ല. പിന്നെന്താ? എവിടെ പോണം? ഞാൻ പുറത്തോട്ട് കഴിച്ചാ? ഞാൻ കഴിക്കാം. വാ കഴിക്കാൻ വാ. കഴിഞ്ഞില്ലേടി? ഇത് കൂടെ ഉള്ളു. എടി സാരി എടുക്കണ്ട നീ? എന്തിനു? കല്യാണത്തിൽ പോവാൻ. ചേട്ടനോട് പറഞ്ഞു നോക്കാം, സമ്മതിക്കുമെന്നൊന്നും അറിയാൻ പാടില്ല. ചേച്ചിയാ എടുക്കുന്നുണ്ടോ? പിന്നെ
മുത്തിന് വേണമെന്നും പറഞ്ഞ് അവള് വാശി പിടിക്കുന്നു. മുത്തിന് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ അവൻ എടുക്കണം. ഇതിന്റെ ഇടയ്ക്ക് ഞാനും കൂടി ചെന്നിട്ടുണ്ടെങ്കിൽ എന്നെ ഓടിക്കും. ഇവിടെ പിള്ളേർക്ക് പുതിയ 2 ഡ്രസ്സ് ഇരിപ്പുണ്ട് ഇടാത്തത്. ഓ അവളുമാർക്ക് 2 പേർക്കും എടുക്കണം. അമ്മായി എടുക്കണില്ലേ? അയ്യോ നിങ്ങളുടെ അമ്മാവൻ്റെ അടുത്ത് പറഞ്ഞു വെച്ചാലും മതി. അന്നേരം മുതൽ വഴക്കോടും. വരവറിയത്തില്ല ചിലവറിയത്തില്ല എന്ന് പറഞ്ഞു. പറയാത്ത കാര്യമുള്ളൂ. അപ്പൊ ക്ലീറ്റാനെ പോലെ തന്നെ. അയ്യോ അതിനേക്കാൾ വെടിമരുന്നാ നിങ്ങളുടെ അമ്മാവൻ. അതിലും ഭേദമാ എന്റെ ആ അത് പിന്നെ ആരാ അത്? തങ്കത്തിന്റെ ആങ്ങള. ഓ ആ ക്രെഡിറ്റും ചേച്ചി എടുത്ത. വായിട്ട് കൊറേ പറയണം എന്നാലേ എടുത്തു വരത്തുള്ളൂ. എന്താണെങ്കിലും ഞാൻ പിന്നെ നിന്റെ സാരി ഉടുക്കുന്നത്. എന്താ നിന്റെ സാരി എടുക്കണേ? ഏത് ഞാൻ അറിഞ്ഞില്ലല്ലോ. എന്നിട്ട് നീ അറിയണില്ല എനിക്ക് നിന്റെ സാരി എടുത്ത് കൊടുക്കണേന്ന്. ഇത്രയും പോരൂത്താത്തൊരു നാത്തൂൻ നിനക്കുള്ളപ്പോ നീ എന്തിനാ മോളെ? അങ്ങനെ തന്നെയാ. അതെ അതുകൊണ്ടല്ലേ സ്വാതന്ത്ര്യമായിട്ട് വന്ന് എടുക്കണം. എടി തേക്കുന്നുണ്ടോടി? ഓടി ഉണ്ടെങ്കിൽ പറയണേ. എന്റെ 2 സാരി ഭയങ്കരമായിട്ട് ചുളുങ്ങിയിരിക്കുക. 2 സാരി എടുത്തിട്ടാണോ കല്യാണത്തിന്? അതിൽ ഏതെങ്കിലും ഒരെണ്ണം കൊടുക്കാലോ. പൊന്നെ തേപ്പിന്റെ കാര്യം പറഞ്ഞപ്പോഴാ തേപ്പ്. അയ്യോ അത് ഞാൻ ഓർത്തില്ല. ഇനി ചന്ദ്രൻ ചേട്ടൻ്റെ അടുത്ത് എങ്ങാനും കൊടുക്കാം. ഒരു ചൂടുമില്ല അപ്പൊ. ലില്ലിമോളെ എന്തോ എന്നിട്ട് വന്നേ. മാവാ എവിടെ ചേച്ചിയൊക്കെ എവിടെ? ഉണ്ട്. എന്തുവാ? ഇന്ന് രാവിലെ ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ അയൺ ബോക്സിനുള്ള തല്ലല്ലായിരുന്നു. തുറന്നു നോക്ക്, ഒരെണ്ണം മേടിച്ചിട്ടുണ്ട്. ഇവിടെ അതെന്തിനാ വാങ്ങിച്ചത്? എന്തേ അത് ഏട്ടൻ വാങ്ങിക്കുമായിരുന്നു. വാങ്ങിക്കുമായിരുന്നു എന്നല്ലേ, വാങ്ങിയിട്ടില്ലല്ലോ. വാങ്ങില്ല. ഇനി ഇവിടെ ഇതിനെ പറ്റിയിട്ടൊരു തർക്കം പാടില്ല. കാര്യം നടന്നാ പോരെ. അല്ല വെറുതെ അമ്മാവൻ വാങ്ങിക്കാൻ വന്നാ കൊടുക്ക്. എങ്ങനെയുണ്ട് നോക്ക്. എടാ പുതിയ സാധന നല്ല. വെച്ചോ. ഇവന്റെ കയ്യിലെന്താ? പോയിട്ടില്ലേ അത്? തങ്കച്ചേട്ടത്തി, തങ്കച്ചേട്ടത്തി, അമ്മ വിളി. എന്തിടാ? പുതിയ അയൺ ബോക്സ്, പുതിയ തേപ്പ് പെട്ടി. എന്തിനടാ ഇത് വാങ്ങിച്ചത്? ഗിരിരാജ ഒരെണ്ണം ഇപ്പൊ വാങ്ങിച്ചോണ്ട് വന്നല്ലോ. ഗിരിരാജമാവൻ മേടിച്ചൊന്നും കണക്കിലുള്ളതല്ല. എന്റെ നിരപരാധം എനിക്ക് തെളിയിക്കണം. ഞാനിത് അടിച്ചു മാറ്റി വിറ്റെന്നുള്ള ധാരണ എല്ലാവരുടെ ഉള്ളിലുണ്ടല്ലോ. എനിക്ക് തെളിയിച്ചേ പറ്റൂ. എന്തെങ്കിലും പറഞ്ഞ ഉടനെ ഈ വാശി കാണിക്കാനാണെങ്കിൽ നീ എന്നെ രക്ഷപ്പെട്ട് പോയേനെ. അല്ല അത് നന്നായത്. എന്തായാലും മറ്റേ ക്ലീറ്റോന്റെ കോയിൽ പോയിരിക്കാന്നല്ലേ പറഞ്ഞു. ഒരെണ്ണം അവിടെ ഒരെണ്ണം ഇവിടെ ഇരിക്കട്ടെ. ഗ്യാരണ്ടി കാർഡ് ഇതിനകത്തുണ്ട്. ചില കാര്യങ്ങളെ ഉത്തരവാദിത്തമായിട്ട് ഏൽപ്പിക്കുമ്പോൾ ഉത്തരവാദിത്തമായിട്ട് ചെയ്തില്ലെങ്കിൽ ബാക്കിയുള്ളൊരു പേര് ദോഷവും. ഉത്തരവാദിത്തമായിട്ട് ചെയ്തു. പുതിയ അയൺ ബോക്സ് മേടിച്ചു കൊടുത്തു. പുതിയ അയൺ ബോക്സ് ഞാൻ മേടിച്ചു കൊടുത്തു. ഞാനും ഒരെണ്ണം കൊടുത്തിട്ടുണ്ട്. എന്തായാലും ഇത് വെക്കി. എന്നിട്ട് ചൂടാക്കി ആദ്യം മോൻ്റെ നാക്കിലോട്ടൊന്ന് തേച്ച് കൊടുക്കണം. കുറച്ച് അടങ്ങട്ട്. പിന്നല്ലാതെ മനുഷ്യനും മാമനും മേടിച്ചു. പുതിയ എന്ത് പറ്റിയിട്ട് ഇത് 3 അയൺ ബോക്സൊക്കെ അമ്മാരും വാങ്ങിച്ച? ഞാൻ പറഞ്ഞല്ലേ ഞാൻ വാങ്ങിച്ചു. അമ്മാരും വാങ്ങിച്ചു, അച്ചാച്ചനും വാങ്ങിച്ചു. നിന്റെ താഴെ പറഞ്ഞ വാങ്ങിക്കാൻ. ഞാൻ പിന്നെ എന്നെ എല്ലാവരും കള്ളാള. എന്റെ കുഴപ്പം കൊണ്ടല്ലേ ഇത് സംഭവിച്ചപ്പോ ഞാനല്ലേ വാങ്ങിക്കാൻ. തങ്കം, ഓ ഇസ്തിരി പെട്ടി. നമ്മുടെ കാണാതെ പോയ അയൺ ബോക്സ്. ഇതെങ്ങനെ? ഞാനേ 2 ദിവസം മുമ്പ് ഇസ്തിരിപ്പെട്ടി വാങ്ങിക്കാൻ വന്നായിരുന്നു. അപ്പോൾ തക്കുട് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പെട്ടെന്ന് കൊണ്ടുവരാൻ വേണ്ടി പോയതാണ്. പക്ഷെ മറന്നുപോയി. ഇപ്പോഴാണ് ഓർമ്മിച്ചത്. അയ്യോ സാരമില്ല. ഇത് പിന്നെ അത്യാവശ്യമുള്ള കാര്യമൊന്നും അല്ലല്ലോ. ശരി ശരി. എന്തൊരു കഷ്ടമൊക്കെ. എൻ്റെ താക്കോട് ഒപ്പിച്ച പണി. ഇതൊക്കെ എന്താ ചെയ്യാ? ഇതൊക്കെ തൽക്കാലം ഇവിടെ ഇരിക്കട്ടെ. ഏട്ടൻ വന്നിട്ടൊരു തീരുമാനം എടുക്കാം. എന്താ വേണ്ടത് സാറേ? ഒരു അയൺ ബോക്സ്.